നമസ്കാരം. ഏകദേശം 5ഓളം ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ഈ വർഷം, അതായത് അടുത്ത 4-5 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഇറങ്ങാനിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. ആദ്യത്തേത് E3 ട്രിയോൺ ആണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഈ വണ്ടി ലോഞ്ച് ആയിട്ടുണ്ടാവും. അതായത് 2026 ഓഗസ്റ്റ് 6 ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു ഈ സ്കൂട്ടറിന്റെ ലോഞ്ച്. മുഴുവൻ ഡീറ്റെയിൽസും അടങ്ങുന്ന വീഡിയോ നാളെ ചെയ്യുന്നുണ്ട് കേട്ടോ. E3 ഇലക്ട്രിക് .ai എന്ന് പറയുന്ന ബാംഗ്ലൂർ ബേസ്ഡ് സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടറാണ് E3 ട്രിയോൺ. TVS മോട്ടോഴ്സിന്റെ EV ഹെഡായിരുന്ന P സഞ്ജീവാണ് ഈ കമ്പനിയുടെ കോ ഫൗണ്ടർ. ഈ വണ്ടിയെ പറ്റി നിലവിൽ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഡിസൈൻ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? 14 ഇഞ്ചസിന്റെ വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹബ് മോട്ടോർ ആണ്. പിന്നെ ഇതൊരു AI പവേർഡ് EV ആണ്. ഒരുപാട് സ്മാർട്ട് ഫീച്ചറുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മോട്ടോർ പവറും ബാറ്ററി കപ്പാസിറ്റിയും റേഞ്ചും വണ്ടിയുടെ വിലയും വാറണ്ടിയും എല്ലാം ഇന്നത്തെ ലോഞ്ചിൽ നമുക്ക് അറിയാൻ സാധിക്കും. അതെല്ലാം ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം. ഈ വീഡിയോ ഞാൻ ഇന്ന് രാവിലെ ചെയ്തതിന് ശേഷം സ്കെഡ്യൂൾ ചെയ്തതാണ്. അടുത്തത് ഈ മാസം, അതായത് 2026 ഓഗസ്റ്റ് 29 ലോഞ്ച് ചെയ്യാനിരിക്കുന്ന ഏഥറിന്റെ EL പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന ആദ്യത്തെ സ്കൂട്ടറാണ്. ഓഗസ്റ്റ് 29 എന്ന് പറയുമ്പം അന്നാണ് ഏഥറിന്റെ കമ്മ്യൂണിറ്റി ഡേ. അത് മാത്രമല്ല EL01 എന്ന താൽക്കാലിക പേര് ഇനി ഉണ്ടാവില്ല. ഈ വണ്ടിയുടെ പേരും ഏഥർ ഈയിടെ അനൗൺസ് ചെയ്തിരുന്നു. ഏഥർ കൊണാർക്ക് എന്നാണ് ഇവരുടെ EL പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പേര്. ഇതൊരു ഫാമിലി സ്കൂട്ടറാണ് കേട്ടോ. ഫ്രണ്ട് വീൽ 14 ഇഞ്ചസും റിയർ വീൽ 12 ഇഞ്ചസുമാണ്. സൈഡ് മൗണ്ടഡ് മോട്ടോറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബജാജ് ചേതക്കിലും അതുപോലെ തന്നെ വിഡയിലും ഒക്കെ ഉള്ളതുപോലെ. പിന്നെ ഇവരുടെ EL പ്ലാറ്റ്ഫോമിൽ ബാറ്ററി പാക്ക് ഇവര് 2 kWh മുതൽ 5 kWh വരെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏഥർ കൊണാർക്കിന് 2-3 വേരിയന്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏഥറിന്റെ ഏറ്റവും അഫോർഡബിൾ സ്കൂട്ടർ ഇതായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഏതൊരു സാധാരണക്കാരനും താങ്ങാവുന്ന വിലയിലുള്ളത്. കൊണാർക്കിന്റെ വില 1 ലക്ഷം രൂപയിൽ തുടങ്ങുമെന്നുള്ള സൂചനയും കമ്പനിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. എന്റെ ഒരു കണക്കുകൂട്ടൽ വെച്ചിട്ട് അത് 2 kWh ബാറ്ററി പാക്ക് ഉള്ള വേരിയന്റ് ആവാനാണ് സാധ്യത, അതായത് ബേസ് മോഡൽ. എന്തായാലും 2 kWh മുതൽ 5 kWh വരെ ബാറ്ററി പാക്ക് ഉള്ളത് കൊണ്ട് തന്നെ ട്രൂ റേഞ്ച് നമുക്കൊരു 70 കിലോമീറ്റർ മുതൽ 160 കിലോമീറ്റർ വരെ പ്രതീക്ഷിക്കാം. ഓഗസ്റ്റ് 29 ലോഞ്ച് ആവുന്നതോടെ അന്ന് തന്നെ നമുക്ക് ഈ വണ്ടി ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും. 1-2 മാസങ്ങൾ കൊണ്ട്, അതായത് ഒക്ടോബർ ആകുമ്പോഴേക്കും നമുക്ക് വണ്ടിയുടെ ഡെലിവറി ലഭിക്കുമെന്നും പ്രതീക്ഷിക്കാം. എന്തായാലും ഏഥർ കൊണാർക്കിന്റെ മുഴുവൻ ഡീറ്റെയിൽസും അടങ്ങുന്ന വീഡിയോ ലോഞ്ചിന് ശേഷം നമ്മൾ ഈ ചാനലിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്തത് 2026 സെപ്റ്റംബർ 2 അൺവീൽ ചെയ്യാൻ പോകുന്ന സിമ്പിൾ എനർജിയുടെ പുതിയ ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഇതും ഒരു ഫാമിലി സ്കൂട്ടറാണ് കേട്ടോ. പേര് സിമ്പിൾ അറൈവ്. നമുക്കറിയാം സിമ്പിളിന്റെ നിലവിലെ വണ്ടികളുടെ ഡിസൈൻ ഭയങ്കര ഷാർപ്പ് എഡ്ജസ് ആണ്. അതുപോലെ തന്നെ സ്പോർട്ടിയും ഫ്യൂച്ചറിസ്റ്റിക്കും ഒക്കെയാണ്. പക്ഷെ സിമ്പിൾ അറൈവ് നേരെ തിരിച്ചാണ്. ഡിസൈന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഷാർപ്പ് എഡ്ജസ് തീരെയില്ല, മൊത്തം കേവ് ആണ്. മാത്രമല്ല ഈ വണ്ടിയുടെ ഓവറോൾ ബോഡി നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു പരമ്പരാഗത ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പക്ക ഫാമിലി സെറ്റപ്പ്. 3.7 kWhന്റെയും 5 kWhന്റെയും ബാറ്ററി പാക്കുകളുള്ള വേരിയന്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ വേരിയന്റുകൾ അനുസരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന റേഞ്ച് 120 കിലോമീറ്റർ മുതൽ 170 കിലോമീറ്റർ വരെയാണ്. അതേപോലെ ഈ വണ്ടിയുടെ വില ഏകദേശം 1,30,000 രൂപ മുതൽ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ ഈ വണ്ടിയുടെ ഡെലിവറി പ്രതീക്ഷിക്കുന്നത് ഈ വർഷാവസാനമാണ്. 2026 ജൂലൈ 24 ഹോണ്ട അൺവീൽ ചെയ്ത ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് QC3. ഈ വർഷാവസാനം തന്നെ ഈ വണ്ടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹോണ്ട മുമ്പ് ഇറക്കിയ QC1ന്റെ അതേ ഡിസൈൻ തന്നെയാണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. പക്ഷെ ചെറിയ മാറ്റങ്ങൾ ചിലയിടങ്ങളിൽ വരുത്തിയിട്ടുണ്ട്. 3 kWhന്റെ ഫിക്സ്ഡ് ബാറ്ററി പാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫുൾ ചാർജിൽ 145 കിലോമീറ്റർ IDC റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഒരു 100 മുതൽ 110 കിലോമീറ്റർ ട്രൂ റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. ബാറ്ററി 0 മുതൽ 80% ചാർജ് ചെയ്യാൻ 2 മണിക്കൂർ 40 മിനിറ്റ് ആണ് വേണ്ടത്. അതേപോലെ 100%, അതായത് ഫുൾ ചാർജ് ചെയ്യാൻ 4 മണിക്കൂർ വേണമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. 32 ലിറ്ററിന്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. മോട്ടോർ പവറിന്റെ ഡീറ്റെയിൽസ് കമ്പനി പറഞ്ഞിട്ടില്ല. വില പ്രതീക്ഷിക്കുന്നത് 1,20,000-ന്റെയും 1,30,000-ന്റെയും ഇടയ്ക്കാണ്. ഹോണ്ടയുടെ നിലവിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വളരെ ചുരുക്കം ചില ഷോറൂമുകളിൽ മാത്രമാണ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ ലഭ്യമായിട്ടുള്ളത്. അതേപോലെ ഇന്ത്യയിൽ ഹോണ്ടയുടെ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിൽപ്പനയും വളരെ കുറവാണ്.
ടോപ്പ് 10 സെയിൽസ് ലിസ്റ്റിൽ പോലും ഹോണ്ടയ്ക്ക് ഇതുവരെ എത്താൻ സാധിച്ചിട്ടുമില്ല. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി എന്ന സ്ഥലത്ത് വിയറ്റ്നാമീസ് കമ്പനി വിൻഫാസ്റ്റ് എന്ന പേരുള്ള ഒരു ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിംഗ് ഫാക്ടറി തുടങ്ങിയ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വിൻഫാസ്റ്റിന്റെ കാറുകൾ ഇന്ത്യയിൽ വിറ്റ് പോകുന്നുമുണ്ട്. അതിനു പുറമെ വിൻഫാസ്റ്റിന്റെ 3 ഇലക്ട്രിക് സ്കൂട്ടറുകളും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന വിവരം കമ്പനി ഈയിടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നത് വിൻഫാസ്റ്റ് വൈപ്പർ ആണ്. ഇതിനൊരു മാക്സി സ്കൂട്ടറിന്റെ ഡിസൈനാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. 14 ഇഞ്ചസിന്റെ വലിയ വീലുകളാണ്. ഇന്ത്യയിലേക്ക് ഈ വണ്ടി വരുന്ന സമയത്തുള്ള ടെക്നിക്കൽ സ്പെക്സ് ഇവർ പുറത്തു വിട്ടിട്ടില്ലെങ്കിലും വിയറ്റ്നാമിലെ ഇവരുടെ സ്പെക്ക് ഞാൻ പെട്ടെന്ന് പറയാം. 2.4 കിലോവാട്ട് അവറിന്റെ 2 റിമൂവബിൾ ബാറ്ററി പാക്ക് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ടോപ്പ് എൻഡ് വേരിയന്റിന്. ബേസ് വേരിയന്റിന് 1.5 കിലോവാട്ട് അവറിന്റെ 2 ബാറ്ററി പാക്ക് ആണ്. 3 കിലോവാട്ട് ഹബ് മോട്ടറോട് കൂടി വരുന്ന ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് 70 km/h ആണ്. ബാറ്ററി പാക്ക് അനുസരിച്ച് 1,10,000 രൂപ മുതൽ 1,40,000 രൂപ വരെയായിരിക്കും ഈ വണ്ടിയുടെ ഇന്ത്യയിലെ വില പ്രതീക്ഷിക്കുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ വർഷാവസാനമായിരിക്കും വിൻഫാസ്റ്റിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഉണ്ടാവുന്നത്. ഡെലിവറി നൽകുന്നത് 2027 തുടക്കത്തിലുമായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം.